അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് ഉൾപ്പെടെ 45 തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനം വരുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിന്റെ വിജ്ഞാപനങ്ങൾ വരികയും അതിന്റെ പരീക്ഷയൊക്കെ ജൂലൈ 13 നടത്താൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ വിജ്ഞാപനം 45 തസ്തികകളിലാണ് പുതിയ വിജ്ഞാപനം വരാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വിജ്ഞാപനങ്ങൾ എന്നതിനെ കുറിച്ചും അതിന്റെ ഒഴിവുകളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക്, LGS, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഓവർസിയർ, ശാന്തി, തളി, കഴകം തുടങ്ങിയ തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ തയ്യാറാക്കുന്നത്. ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 200-ലേറെ ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. NCA വിജ്ഞാപനങ്ങളും ഇക്കൂട്ടത്തില് ഉണ്ടാവും. അതുപോലെ തന്നെ LDC തസ്തികകളിൽ വിജ്ഞാപനത്തില് 124 ഒഴിവുകളോളം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിന് 124 ഒഴിവുകളിൽ നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്, നിലവിലുണ്ട്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്തതിനാൽ ഒഴിവുകൾ പൂർണ്ണമായിട്ടും നികത്താൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 1.5 വർഷമായപ്പോഴേക്കും റാങ്ക് പട്ടിക റദ്ദായുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ 135 പേർക്ക് അതിൽ നിന്നും നിയമന ശുപാർശ അയക്കുകയും അതുപോലെ തന്നെ മുഖ്യ പട്ടികയിൽ എല്ലാവർക്കും നിയമന ശുപാർശ ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. EWS സപ്ലി 1, ഈഴവ സപ്ലി 1, SC സപ്ലി 11, ST സപ്ലി 3, OBC സപ്ലി 2, ധീരവ സപ്ലി 1, വിശ്വകർമ്മയും ഹിന്ദു നാടാരും OC വരെയും എന്നിങ്ങനെയാണ് മറ്റ് സംവരണ വിഭാഗം നിയമന നില. 2023 മെയ് 3-നാണ് റാങ്ക് പട്ടികയുടെ നിലവിൽ വന്ന് 2024 ഡിസംബർ 30-ഓടെ പട്ടിക റദ്ദാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 124 ഒഴിവുകൾ LD ക്ലർക്കിന് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ ഉള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കുന്നതിന്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമന നിലയെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓരോ കാറ്റഗറിക്കുമുള്ള നിയമന നിലയെ സംബന്ധിച്ചാണ് കണ്ടത്. അപ്പോൾ പുതിയ വിജ്ഞാപനം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ വിജ്ഞാപനം ഈ മാസം തന്നെ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് പരിശ്രമിച്ചാൽ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വളരെയധികം പ്രയോജനപ്രദമായ ഒന്നാണ് ഈ LD ക്ലർക്ക്, LGS തസ്തികകൾ. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ജോലി നേടാൻ സാധിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ പ്രസ്തുത സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കി കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാന ദിവസം വരെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പല ഉദ്യോഗാർത്ഥികൾക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വന്നപ്പോൾ അവസാന ദിവസം വരെ നോക്കിയിരിക്കുക, പിന്നീട് സൈറ്റ് എല്ലാം ജാം ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, അങ്ങനെ അപേക്ഷിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് പല ഉദ്യോഗാർത്ഥികളും അങ്ങനെ ലാസ്റ്റ് ദിവസം അപേക്ഷിച്ചപ്പോൾ അത് പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന അവസരത്തിൽ തന്നെ കൃത്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.